നവീകരണ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായ കാഴ്ച കാണണമെങ്കിൽ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് എത്തണം. അമൃത് ഭാരത് പദ്ധതി പ്രകാരം ചൗക്ക മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പാതയാണ് വീതി കൂട്ടി പുനർനിർമ്മിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാതെയും അശാസ്ത്രീയവുമായ പാത നിർമ്മാണം കാരണം പൊതുജനങ്ങളാണ് ഏറെയും ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. നിലവിൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് പൂർണ്ണമായും ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണ്. സമാന്തര സർവീസുകാർ പോലും നിലവിൽ ഇതുവഴി യാത്രക്കാരുമായി പോകുവാൻ മടിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ മിക്കതും പാതയിലെ ചെളിയിലും വെള്ളക്കെട്ടിലുമെത്തി അപകടങ്ങളിൽപ്പെടുന്നതും നിത്യസംഭവമായിരിക്കുന്നു. പാതയുടെ ഒരു ഭാഗത്തെ കോൺക്രീറ്റിംഗ് പൂർത്തിയായതോടെ മറുഭാഗം താഴ്ചയിലായ ഈ ഭാഗത്ത് കെട്ടിനിൽക്കുന്ന മഴവെള്ളവും മറ്റും ഒലിച്ചു പോകുവാൻ സംവിധാനവുമില്ല. നിലവിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നവർ ചെമ്മന്തൂരിലെത്തി പോലീസ് സ്റ്റേഷൻ റോഡിലൂടെ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഏകമാർഗം. ഇവിടം ഇടുങ്ങിയ വഴിയായതിനാൽ തന്നെ രണ്ടു വാഹനങ്ങൾ ഇരുവശങ്ങളിൽ നിന്നും വന്നാൽ പോലീസ് സ്റ്റേഷൻ വഴിയുള്ള റോഡും ഗതാഗതക്കുരുക്കിലാകും. ഇതോടെ ട്രെയിൻ പ്രതീക്ഷിച്ചെത്തുന്ന ആളുകൾക്ക് അത് നഷ്ടമാകുകയും ചെയ്യും. സ്റ്റേഷന് സമീപത്തെ ഫുഡ് കോർപ്പറേഷനിലേക്ക് അരിയുമായി എത്തുന്ന വലിയ വാഹനങ്ങൾ ആരംഭിക്കുന്ന വഴി ഏറെ ചുറ്റിയാണ് ഗോഡൌണിലേക്ക് എത്തുന്നത്. പാതയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കേണ്ട റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പോലും ഈ ഭാഗങ്ങളിലില്ല. ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് നിലവിൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപ് പാതയുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചപ്പോൾ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന റെയിൽവേയുടെ കർശന നിർദ്ദേശവുമുണ്ടായിരുന്നു. എന്നാൽ ഇവയെല്ലാം കാറ്റിൽ പറത്തിയാണ് പാതയുടെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. കഴിഞ്ഞ 1.5 മാസമായി പാത ഇത്തരത്തിൽ ചെളിക്കുണ്ടും വെള്ളക്കെട്ടുമാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.